തമ്പൂന് എന്താ കൊടുക്കണേന്ന് കുറെ പേര് ചോദിച്ചു. അപ്പൊ ഞാൻ തമ്പൂന്റെ ഒരു ഭയങ്കര റിക്വസ്റ്റ് വന്നൊരു ടോപ്പിക്കാണ്. അപ്പൊ വെൽക്കം ടു തമ്പൂസ് ഡെയിലി ഡയറ്റ് എപ്പിസോഡ് 1. തമ്പൂന് ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും കുറുക്കാണ്. ഇന്ന് റാഗി ബനാന കുറുക്കാണ്. ഉളപ്പിച്ച റാഗി പൊടി, ബനാന, അതുപോലെ തന്നെ നെയ്യാണ് ഇതിന് മെയിൻ ആയിട്ട്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പഴം നന്നായിട്ട് ഉടച്ച് മാറ്റി വെക്കാം. തമ്പൂന് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവന് കുറുക്കുണ്ടാക്കാൻ വാങ്ങിയ പാത്രമാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് ആ വെള്ളം തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ റാഗി പൊടി ഇട്ടൊന്ന് കുറുക്കുക. അതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ച പഴവും ഒരു കുഞ്ഞു സ്പൂൺ നെയ്യും പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ പനങ്കൽക്കണ്ടോ കൂടി ആഡ് ചെയ്യാം. പനങ്കൽക്കണ്ടം ഉരുക്കിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ തമ്പൂന് കൊടുക്കുന്നത്. ഇത് അവന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അടുത്ത ലഞ്ചാണ്. ലഞ്ചിന് ഞാൻ എപ്പോഴും ഒരു ചോറ കൊടുക്കുന്നത്. അതിൽ കുറെ വെജീസ് ഒക്കെ ആഡ് ചെയ്യും. ഇന്ന് ഞാൻ എടുത്തേക്കുന്നത് പംകിൻ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, തക്കാളി ഉണ്ട്. തക്കാളി നമ്മുടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ കുക്കർ ഓൺ ആക്കി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. നെയ്യിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കണ എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്ത് വെച്ചേക്കണം. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. 1-2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ എന്തോരം ചോറാണോ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ചോറും കൂടി ആഡ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഒരു 4 വിസിലടുപ്പിക്കും കേട്ടോ, നല്ലോണം വേവാനായിട്ട്. തമ്പൂരി ഞാൻ ഉടച്ചല്ല അരച്ചാണ് കൊടുക്കുന്നത്. ഇനി ഉടച്ചു കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ ഇത്ര നാളെ അരച്ച് തന്നെ കൊടുക്കുന്നത്, ഇപ്പോൾ അരച്ച കൊടുക്കുന്നത്. ആൻഡ് ആ ദിവസത്തെ ലാസ്റ്റ് ഫുഡ് അവന്റെ ഡിന്നർ ആയിരിക്കും. അത് മിക്കപ്പോഴും പഴം പുഴുങ്ങിയതായിരിക്കും. ജസ്റ്റ് എപ്പോഴും പുഴുങ്ങി അതിൽ നെയ്യ് ഒഴിച്ചിട്ട് കൊടുക്കും. അത്ര തന്നെ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഞാൻ യൂസ് ചെയ്തേക്കുന്ന ഏതെങ്കിലും പാത്രത്തിന്റെ ലിങ്ക് വേണമെങ്കിൽ ലിങ്ക് ഒന്ന് കമന്റ് ചെയ്താൽ മതി. യൂട്യൂബിലാണെങ്കിൽ ഇവിടെ ടാഗ്. നിങ്ങൾക്ക് അറിയുന്ന റെസിപ്പീസ് ഒക്കെ കമന്റ് സെക്ഷനിൽ പറയണേ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് എന്ത് കൊടുക്കണമെന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യണം, നല്ലതാണ്. അവർക്ക് നല്ല അലർജി ഉണ്ടോ എന്ന് നമുക്കൊന്നും അറിയാം.